നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാള സിനിമയെ ലോക സിനിമയുടെ ചക്രവാളത്തിലേക്ക് ആനയിച്ച ശ്രീ അടൂർ ഗോപാലകൃഷ്ണനായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ അതിഥി. ശ്രീ അടൂരുമായി ചേർന്ന് അദ്ദേഹത്തിന്റെ സിനിമാ സബരിയിലൂടെയുള്ള പ്രയാണം ഈ എപ്പിസോഡിലും തുടരുകയാണ്. വേണമെങ്കിൽ വഴിതെറ്റി കുറച്ചും കൂടി കംഫർട്ട് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ വേണമെങ്കിൽ താങ്കൾ അവിടെ നിന്ന് പഴിച്ചേന്. വേറെ ദിവസം കുറച്ചും കൂടി നല്ല രീതിയിൽ പെരുമാറിയിരുന്നെങ്കിൽ. ആദ്യം അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ചെറിയ പ്രായത്തിൽ 10-20 വയസ്സുള്ളപ്പോൾ നല്ല ശമ്പളമുള്ള ഒരു ജോലി കിട്ടി. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ചു കാലം കൊണ്ട് അതങ്ങ് നഷ്ടപ്പെട്ടു പോയി. മാത്രമല്ല ജീവിതകാലം മുഴുവൻ ഈ ജോലി ചെയ്ത് ജീവിക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എൻ്റെ രംഗമായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരുന്നത് നാടകമാണ്. അപ്പോൾ നാടകത്തിൽ എന്തെങ്കിലും കൂടുതൽ പഠിക്കണം, കൂടുതൽ ചെയ്യണം എന്നുള്ള ആഗ്രഹമായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ താങ്കൾ നാടകം അഭിനയിച്ചിട്ടുണ്ട്? അതെ അതെ, അഭിനയിക്കുകയും എഴുതുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. സ്ത്രീവേഷവും അഭിനയിച്ചിട്ടുണ്ട് ധാരാളം. ആ നാടകവും അതൊക്കെ സാറിന് വരുത്താനുള്ള ഒരു ശേഷി ഉണ്ടായിരുന്നു അന്ന്. ഞാൻ വളരെ പോപ്പുലർ ആയിരുന്നു സ്ത്രീവേഷത്തിൽ. എൻ്റെ അമ്മാവൻ എഴുതിയ നാടകത്തിൽ പോലും ഞാൻ സ്ത്രീവേഷം അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സ്കൂളിൽ ഓയൂർ MB എന്ന് പറഞ്ഞിട്ട് ഒരു ടീച്ചർ, അദ്ദേഹം ഡ്രോയിങ് മാസ്റ്റർ ആയിരുന്നു. അദ്ദേഹം 2-3 നാടകങ്ങൾ സ്കൂളിൽ എഴുതി, മിഡിൽ സ്കൂളിൽ വെച്ചാൽ. അതിലെല്ലാം നായികയായിട്ട് ഞാനാണ് അഭിനയിച്ചത്. അപ്പോൾ എനിക്ക് അത്ര ഡിമാൻഡ് ഉണ്ടായിരുന്നു. നായികനായിട്ടും അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ എഴുതിയ നാടകങ്ങളിലെല്ലാം ഞാൻ തന്നെ. സാറിന്റെ സ്കൂളല്ലേ ഇത്? അടൂർ സ്കൂൾ. അതെ അടൂർ സ്കൂൾ. അതെ അതെ. ഈ മുറ്റവും കളിമുറ്റവും ഒക്കെ സാറിന് നല്ല ഓർമ്മയുണ്ടാവും. അതെ. പക്ഷേ ഈ സമയത്താണ് ഓർമ്മ കുറച്ചുകൂടി ശക്തിപ്പെടുന്നത് പഴയ കാര്യങ്ങളൊക്കെ. അതെ അതെ അതെ. നാടകമാണ് ഒരു പക്ഷെ താങ്കളുടെ തട്ടകമെന്ന് സാർ ഒരു ഘട്ടത്തിൽ ധരിച്ചു വിശ്വസിച്ചിരുന്നു. ഞാൻ നാടകം ഈ ഗാന്ധിഗ്രാമിൽ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് മലയാളത്തിൽ ഇറങ്ങുന്ന എല്ലാ നാടകവും വായിച്ചിട്ടുണ്ടായിരുന്നു. മലയാളമാണ്, സ്പെഷ്യലൈസ് മലയാളം നാടകമാണ്. അന്ന് ആ കാലത്താണ് M കൃഷ്ണപിള്ള സാറിൻ്റെയൊക്കെ നാടകങ്ങൾ വരുന്നത്. തോപ്പിൽ വാസി, ഇങ്ങനെ ഒരു വലിയ നാടകത്തിൻ്റെ ഒരു ഏറ്റവും മനോഹരമായിട്ടുള്ള കാലഘട്ടമായിരുന്നു. പിന്നെ SL പുരം, ഒരുപാട് പേര് അധികം പേരിപ്പെടുന്ന ഓർമ്മിക്കാത്ത ജീവിതം അവസാനിക്കുന്നില്ല എന്നൊക്കെ ഏരൂർ വാസുദേവ് എഴുതിയ നാടകം, ഇങ്ങനെ ഒരു ND മുഹമ്മദ്, ഇങ്ങനെ ഒരുപാട് പേര്. ഗാന്ധിഗ്രാമിൽ പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു സത്യജിത് റേയുടെ പതേർ പഞ്ചാലിയാണ് ഒരുപക്ഷെ താങ്കളുടെ മനസ്സിലേക്ക് സിനിമ എന്നുള്ള സാധനം ഒന്ന് കൊളുത്തിവലി നടത്തിയതല്ലേ? ആദ്യമായിട്ട് ഞാൻ കണ്ടു ഗാന്ധിഗ്രാമിൽ വെച്ച് എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ട് ഞാൻ ഈ സിനിമയിൽ പോകുന്നു തീരുമാനിച്ചിട്ടില്ല. അതിൽ വളരെ വ്യത്യാസം, അതുവരെ കണ്ടിട്ടില്ലാത്ത തരം ഒരു സിനിമയായിരുന്നു. അത് സബ് ടൈറ്റിലൊന്നും ഇല്ലാത്തതുകൊണ്ട് അതെ, ബംഗാളി കൃത്യമായിട്ട് മനസ്സിലാക്കിയൊന്നുമില്ല. നമ്മൾ ഗ്രാമപ്രദേശമൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. ആളുകളെ കണ്ടിട്ട് ചായ ഒന്നും തയ്ക്കാത്ത മുഖം, നല്ല പ്രായ മനുഷ്യരുടെ മുഖത്ത് ഇങ്ങനെ ഒരുപാട് ചുളിയൊക്കെ വന്നിട്ടുള്ള ഒരു പ്രായമായ സ്ത്രീയെ, ഇവരൊക്കെ കാണുമ്പോൾ ഒരു വളരെ പ്രത്യേകതയുള്ള സിനിമയായിട്ട് തോന്നിയെന്നുള്ളതല്ലാതെ മനസ്സിലായില്ല. ആ സിനിമയുടെ ശില്പിയൊക്കെ ആയിട്ട് പിന്നീട് തോളോട് തോൾ അന്ന് ശങ്കരപ്രസാദ് സാർ പറഞ്ഞത്, ശങ്കരപ്രസാദ് എന്ന അധ്യാപകനാണ്, സാറ് പറഞ്ഞത് ശാന്തിനികേതനിൽ പഠിച്ച ഒരു ആർട്ടിസ്റ്റ് എടുത്ത പടമുണ്ട്, അദ്ദേഹം ആദ്യമായിട്ട് എടുത്ത സിനിമയാണ് എന്നാണ് അദ്ദേഹം എന്നെ പരിചയപ്പെടുത്തിയത്. അതിനോട് അദ്ദേഹം ആദ്യമായിട്ട് എടുത്തതാണ്, വെളിയിൽ എന്തോ അവാർഡൊക്കെ അതിന് കിട്ടിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് സത്യജിത്ത് റേ അറിയുന്നതും കേൾക്കുന്നതും. അങ്ങനെ ഒരു ലെജൻഡാണ് ആ സിനിമയുടെ പിന്നിൽ, അല്ലെങ്കിൽ അത് ലെജൻഡായി മാറുമെന്നൊന്നും അത് നിனைച്ചിരുന്നില്ല. ഇല്ല. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സാറിന്റെ ജീവിതത്തിലെ വഴിത്തിരിവാണ്. അതെ, താങ്കൾ ഉദ്ദേശിച്ചതല്ല അവിടെ പോയി ചെയ്തത്. എന്തിനാണോ പോയത്? പക്ഷെ അങ്ങനെ ഒരു പ്രത്യേക ലക്ഷ്യത്തോടെയാണോ പോയത്? അവിടെ ഒരു സിനിമ മേക്കർ ആകണം, ഫിലിം മേക്കർ ആകണം, കൃത്യമായിട്ട് ആക്കണം, അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല. ഇല്ല. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഈ പരസ്യം കണ്ടു. ഇങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ എൻ്റെ ജോലിയായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്നതിന് ഇടയ്ക്ക് ഒരു ദിവസം ഒരു പരസ്യം കണ്ടു, സ്ക്രീൻ പ്ലേ റൈറ്റിംഗ് ആൻഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞൊരു കോഴ്സ്. ഞാൻ വിചാരിച്ചു സ്ക്രീൻ പ്ലേ റൈറ്റിംഗ് വിൽ ബി ചെറുതായിട്ട് അരിഞ്ഞ സീനായിരിക്കണം സ്ക്രീൻ പ്ലേ, മറ്റേത് വലിയ അംഗങ്ങളൊക്കെ ആയിട്ട് പോകുന്നതിന് പകരം ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞതായിരിക്കും ഈ സീൻസ്. അപ്പോൾ കൂടുതൽ ഇതിനെപ്പറ്റി ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കുക എന്ന് പറഞ്ഞ് അതായിരുന്നു എൻ്റെ മെയിൻ അട്രാക്ഷൻ. അതിനുവേണ്ടി പഠിക്കാൻ പോവുക. അവിടെ ചെന്നിട്ടാണ് സിനിമ കണ്ടെത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ കുറേശ്ശെയായിട്ട് സിനിമയിലേക്ക്, സിനിമയുടെ വളരെ ഉറപ്പുള്ള ജീവിത സൗഭാഗ്യം നൽകുന്ന ഒരു ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇങ്ങനൊരു പരിപാടിക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ മനസ്സിന്റെ ഏതെങ്കിലും മൂലയിൽ പറഞ്ഞിട്ടുണ്ടാവും മണ്ടത്തരാണോ കാണിക്കുന്നത്? ഇല്ല, ഞാൻ ആ രീതിയിലൊരു സാഹസികനാണ്. അങ്ങനെ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ബന്ധുക്കളൊന്നും പറഞ്ഞില്ലേ? എനിക്ക് അന്ന് എൻ്റെ കാര്യങ്ങളിലൊക്കെ തീരുമാനം എടുക്കേണ്ടത് എൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠനായിരുന്നു. അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, ഞാനിത് രാജിവെച്ചിട്ട് പഠിക്കാൻ പോട്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകം നല്ലതായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ പൊക്കോളാൻ പറഞ്ഞു. ശരി. ഞാൻ പറഞ്ഞു, എനിക്ക് വിശ്വാസമാണ് പറഞ്ഞു. അന്ന് അമ്മ ഉണ്ടായിരുന്നുണ്ടോ? അമ്മയുണ്ടായിരുന്നു. അമ്മയൊന്നും പറഞ്ഞില്ലേ? ഇല്ല, അമ്മ രോഗിണിയായിരുന്നു ആ സമയം. അപ്പോൾ ഒരു എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല? ഒരു എതിർപ്പുണ്ടായില്ല. അപ്പം നമ്മുടെ വീട്ടിൽ മൊത്തത്തിൽ എൻ്റെ വീട്ടിലും
എൻ്റെ ബന്ധുക്കളുടെ ഇടയിലൊക്കെ ഈ കലകളോടൊക്കെ വലിയ താല്പര്യമുള്ള ഒരു കുടുംബമായിരുന്നു. അതുകൊണ്ട് ഇതൊരു മോശപ്പെട്ട ഏർപ്പാടാണെന്നോ, സിനിമയിൽ പോയി പയ്യൻ പഴച്ചു പോകുന്നോ ഒന്നും അവരാരും വിചാരിക്കത്തില്ല. പിന്നെ ഉദ്യോഗത്തിന് സാധ്യത ഇങ്ങനെയുള്ള പറ്റിയൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ താങ്കളുടെ പടം എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ളൊരു പടത്തിൻ്റെ ഒരു ഏട് മണിക്കോളൊക്കെ പിന്നീട് ഇന്ത്യ ആദരിക്കുന്ന വലിയൊരു പ്രതിഭയാകുമെന്നൊന്നും ഒന്നും ധരിച്ചിട്ടുണ്ടാവില്ല. അല്ല, മണി ആദ്യം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നത് ആക്ടിംഗ് കോഴ്സിന് ചേരാനായിട്ടാണ്. അന്ന് മണിയും അസ്രാണി എന്ന് പറഞ്ഞ പിന്നെ പ്രശസ്തമായ ഒരു കോമഡി ആക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ ആക്റ്റീവാണ്. ഇപ്പോൾ രണ്ടുകൂടെ ഒരുമിച്ച് തന്നെ അന്ന് ഞാൻ ഫസ്റ്റ് ഇയറാണ്. അപ്പോൾ ഒരു സെക്കൻഡ് ഇയർ ചേരാൻ വരുമ്പോൾ എന്നെ കണ്ടു. അതിനുശേഷം കോഴ്സ് മാറിയതാണ് അയാൾ ഡയറക്ഷനിലേക്ക്. മണി അന്നത്തെ ഈ പറഞ്ഞ ഇതൊക്കെ സാറിന്റെ മനസ്സിലിങ്ങനെ കിടപ്പുണ്ടാവുമല്ലോ. ആരെ പറഞ്ഞ പോലെ ഈ 65-ലെടുത്ത ഈ സിനിമയുടെ അന്നത്തെ ആ ഒരു ഓർമ്മകളൊക്കെ എനിക്ക് തോന്നുന്നു ഞാനിതൊക്കെ മറന്നുപോയി. ഇപ്പൊ തന്നെ കാണുമ്പോൾ ആരോ എടുത്ത പോലെ ഇരിക്കുന്നത്. മണിക്കവള് കുറെ കാലം കഴിഞ്ഞ് എന്നൊക്കെ പറഞ്ഞു അത് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അറിയാവോ എന്ന് ചോദിച്ചതിനോടെ. ഞാൻ മണിക്കവളാണെന്ന് പിന്നല്ലേ നമ്മൾ അറിയുന്നത്. അങ്ങനെ അയാൾ പറഞ്ഞാൽ ഞാൻ അറിയുന്നത് ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് മണി എന്നുള്ളത്. മണിയുണ്ട്, അസ്രാണിയുണ്ട്, അവരൊക്കെ ഇതിനകത്തുണ്ടായിരുന്നു. ഈ പടത്തിനകത്ത് അഭിനയിച്ചിരുന്നു. ഈ ഷോർട്ടില് അവരൊന്നും മറക്കുന്നുണ്ടാവില്ല. അവർക്കെല്ലാം ഓർമ്മയുണ്ട്. സാറിന്റെ ആദ്യത്തെ സിനിമ എനിക്കൊന്ന് ഞാൻ സാറിന്റെ ജീവിതരേഖയിലൂടെ ഒന്ന് കടക്കുന്നതിന്റെ ഭാഗമായിട്ട് സ്വയംവരം വരട്ടെ. മലയാളത്തിലെ 2 പ്രശസ്തരായിട്ടുള്ള അഭിനേതാക്കളെയാണ് താങ്കൾ സ്വയംവരത്തിൽ കൊണ്ടുപോയത്. പക്ഷെ ഒരു സമാന്തര സിനിമ അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് പുതിയൊരു ഭാവുകത്വം നൽകിയ ഒരു ചിത്രമായി മാറുകയും ചെയ്തു. ഒരു ചലഞ്ചാണ് താങ്കളുടെ. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ചേരുവകളെയും മാറ്റി ഡപ്പാങ്കുത്ത്, പാട്ട്, വളുപ്പ്, അടൂർ ബാസി ഇവരെയൊക്കെ മാറ്റി താങ്കൾ യഥാർത്ഥത്തിൽ ഒരു ന്യൂ ജനറേഷൻ ആയിരുന്നു അന്നത്തെ സിനിമ. അതേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ്സായത് 65-ലാണ്. അതിനുശേഷം 7 വർഷം കഴിഞ്ഞാണ് ഈ പടം എടുക്കുന്നത്. അപ്പോൾ ആ ഒരു പീരീഡിലെ സ്ട്രഗിൾ മുഴുവൻ ഈ പടത്തിനകത്ത് ആ സ്ട്രഗിൾ മുഴുവനുണ്ട്. എന്നെ സംബന്ധിച്ചുള്ള ഒരു ചോയ്സാണ്. ഇതിൻ്റെ പേര് വൺസ് ഓൺ ചോയ്സ് എന്നാണ് സ്വയംവരത്തിൻ്റെ ടൈറ്റിൽ ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചുള്ള ഒരു ചോയ്സാണ്. പല മാർഗങ്ങളിലേക്ക് എനിക്ക് വേണേൽ പോകാം. അതിൽ ശരിക്കും ഞാൻ ചൂസ് ചെയ്യുന്നത് സ്വയംവരമാണ്. അങ്ങനെയുള്ളൊരു പ്രാധാന്യമുണ്ട് ആ പടത്തിന്. അതുവരെ താങ്കളുടെ മനസ്സിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിരുന്ന എല്ലാ വികാര വിക്ഷോഭങ്ങളും ഈ സിനിമയിലേക്ക് താങ്കൾ പടർത്തിയ സത്യമാണ്. പ്രണയത്തെ സ്വപ്നത്തിൽ നിന്ന് താങ്കൾ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുപോയി. അത് സത്യമാണ്. നിരാലംബത, അതെ, അനിശ്ചിതത്വം, പിന്നെ ഭയങ്കരമായ തൊഴിലില്ലായ്മയുടെ സമയമായിരുന്നത്. 70-കളെന്ന് പറഞ്ഞാൽ കേരളത്തിലെ തൊഴിലില്ലായ്മ അതിരൂക്ഷമായിരുന്ന ഒരു കാലഘട്ടമാണ്. അതിങ്ങനെ കൃത്യമായിട്ട് റിഫ്ലക്ട് ചെയ്യുന്ന ഒരു പടമായിരുന്നു. ആ ദയനീയത മുഴുവൻ ആ സിനിമയിൽ കോസല രാമദാസും പ്രസംഗിക്കുന്നതൊക്കെ ഉണ്ട് ഇതിനകത്ത്. പുത്തരിക്കണ്ട പേതാരത്ത് അദ്ദേഹത്തിന്റെ വോയിസ് തന്നെ എടുത്തുകൊണ്ട് വരട്ടെ. അതാണ് സ്വയം നാടകവേദിയോട് കൂടുതൽ താല്പര്യവും നാടകം എഴുതുകയും നാടകം അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള അങ്ങ് എന്തുകൊണ്ടാണ് സിനിമയിലേക്ക് ഇത്ര താല്പര്യം കാണിച്ചത്? അല്ലെങ്കിൽ സിനിമയിൽ വന്നപ്പോൾ തന്നെ സിനിമയുടെ പ്രഖ്യാപിതമായ വഴികളിലൂടെ മാറി അത് മാറിയ ഒരു വഴിയിലൂടെ സഞ്ചരിക്കണം തോന്നിയത്? അതിൽ പൂനെയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തെങ്കിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ, അതോ ഇത് സ്വയമായ ഒരു കണ്ടുപിടുത്തമാണോ? അത് സാറേ ഞാൻ ചോദിക്കാൻ ആഗ്രഹിച്ച ഒരു ചോദ്യമാണ് സുമാരനാഥ് ചോദിച്ചത്. എന്താ കാരണം എന്ന് വെച്ചാൽ മലയാള സിനിമയുടെ ചേരുവകളൊക്കെ സാറിന് അറിയാൻ നന്നായി. സാറിന്റെ ജീവിതവും വളരെ അനിശ്ചിതത്വമാർന്നതാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ പഠനം കഴിഞ്ഞു, ചെറിയ ചെറിയ ഡോക്യുമെന്ററികളൊക്കെ എടുത്ത് ഇങ്ങനെ പോകുന്നു. ജീവിതം ഭദ്രമാക്കേണ്ട ഒരു സമയമാണ്. എല്ലാ ചെറുപ്പക്കാർക്കും ഉണ്ട്, താങ്കൾക്കുണ്ട്. ആ സമയത്ത് ഒരു വിൽപ്പനയുടെ സമവാക്യങ്ങളെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സിനിമ എടുക്കാൻ താങ്കൾക്ക് ധൈര്യം വന്നെങ്ങനെ? എനിക്ക് പറഞ്ഞതുപോലെ എനിക്ക് വലുതായിട്ടുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ ചെയ്യുന്നത് ആളുകൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള ഒരു കാര്യമായ പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. ചെയ്യുന്നത് തെറ്റായ വഴികളാണ് എന്നൊരിക്കലും തോന്നിയിട്ടില്ല. മലയാള പ്രേക്ഷകർ ഇന്നത്തെ പോലെ അത്ര വഷളായിരുന്നില്ല. ഇല്ല, പ്രേക്ഷകർക്ക് എന്നും പ്രശ്നം ഉണ്ടായിരുന്നു. ആദ്യം ഈ പടം സ്വയംവരം എടുക്കുന്ന സമയത്ത് പല തിയേറ്ററുകളും കാണിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോഴേ അവർ ഫസ്റ്റ് റിലീസ് ഇത് വളരെ പരാജയമായിരുന്നു അല്ലേ? വലിയ പരാജയം എന്ന് പറഞ്ഞുകൂടാ, ഒരു വലിയ വിജയമായിരുന്നില്ല. അതൊരു സോസമായിപ്പോയി. പല തിയേറ്റർ ഉടമകൾ വല്ലതും ചോദിച്ചാൽ അടൂർ ബാസി ഇല്ലാണ്ട് പടം എടുത്തിരിക്കുന്നു എന്നായിരുന്നു. വലിയൊരു ചാർജായിരുന്നു അത്. പിന്നെ പല തിയേറ്ററിൽ നിന്നും വിളിച്ചു പറഞ്ഞു, 5-6 പാട്ടും കൂടെ ഇട്ടിരുന്ന എങ്ങനെ ഓടേണ്ട പടമാണ് എന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ട് നമ്മൾ ചിരിച്ചതേ ഉള്ളൂ. കാരണം ആദ്യ പടം ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ മുതൽ മുടക്കിയത് കിട്ടത്തില്ല എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു നിന്നത്. പിന്നെ യാദൃശ്യമായിട്ടാണ്, അബ്സല്യൂട്ട്ലി ഒരു പ്രതീക്ഷയില്ലായിരുന്ന സമയത്താണ് നാഷണൽ അവാർഡ് വരുന്നത്. നാഷണൽ അവാർഡ് വന്നപ്പോൾ ഒരുപക്ഷെ ഇന്ന് വരെയുള്ള നാഷണൽ അവാർഡിൻ്റെ ചരിത്രത്തിൽ ഒരു പടത്തിനും തന്നെ
ഇത്രയും പ്രധാനപ്പെട്ട അവാർഡുകളെല്ലാം കൊടുത്തൊരു ചാകര ഒരു സ്ഥിതി ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അവാർഡുകളുടെ ഒരു പെരുമഴ. ചെമ്മീൻ്റെ പോലും നല്ല പടത്തിനുള്ള അവാർഡ് കിട്ടിയുള്ളൂ. ഇത് ഫിലിമിന്, ഡയറക്ടർക്ക്, നടിക്ക്, ക്യാമറമാന് നാല് പ്രധാന അവാർഡുകൾ. അതിന് വേറൊരു പടത്തിനും എൻ്റെ അറിവിലില്ല, ഇതുവരെ കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു ചരിത്രം സൃഷ്ടിക്കായിരുന്നു. സാറ് ഞെട്ടിയെന്ന് പറഞ്ഞുകൂടാ, ഉത്സാഹം കൊണ്ട്, സന്തോഷം കൊണ്ട് അങ്ങ് തുള്ളിച്ചാടി ആ സമയം, ആ പ്രായത്തില്. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ ഒരു സംഘം മുഴുവനും. വേണുഗോപാല നിലയം എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു ചായക്കട ഉണ്ടായിരുന്നു ഇവിടെ. അവിടെയുള്ള പരിപ്പട മുഴുവൻ തീർന്നോ? അവിടെ പരിപ്പടിയും ചായ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വാർത്ത റേഡിയോ കേൾക്കുന്നത്. 6:05 വാർത്ത ഇംഗ്ലീഷില്. മലയാളം ഫിലിം സ്വയംവരം ഹാസ് വൺ ദി നാഷണൽ അവാർഡ് ഫോർ ദി ബെസ്റ്റ് ഫിലിം എന്ന് പറഞ്ഞ അനൗൺസ്മെന്റ് കേൾക്കുകയാണ്. അതെങ്ങനെ എന്ന് നമ്മൾ വിചാരിക്കും, ആദ്യം വിചാരിച്ചതാണ്. ഞെട്ടിയത് അതുകൊണ്ടാണ്. യാതൊരു സൂചനയും നമുക്കില്ലായിരുന്നു. നമ്മൾ പ്രിന്റ് പോലും അയച്ചു കൊടുത്തിരുന്നില്ല. എന്താണെങ്കിലും ആരെങ്കിലും പറ്റിക്കാൻ വേണ്ടി വല്ല മിമിക്രിക്കാരൻ ചെയ്താണെന്ന് വിചാരിച്ചു എന്ന് വരെ വിചാരിക്കാം. അതെ, ഇമ്പോസിബിൾ ആയിരുന്നു. അപ്പം ഞങ്ങളെല്ലാം ഒരു പടം ശരിക്കും ഓടിയില്ല, നമ്മുടെ പ്രതീക്ഷകളെല്ലാം തെറ്റി, അങ്ങനെ ഒരു ശരിക്കും ഒരു ലോ മൂഡിൽ ഇരിക്കുമ്പോഴാണ് ഇത് വരുന്നത്. മാനസികമായിട്ട് അല്പം തകർന്ന സമയത്താണ് ഈ വാർത്ത വരുന്നത്. അതെ, പലരും വന്നിടയ്ക്ക് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പടം എടുത്ത് എങ്ങനെ ഓടും എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു ഉപദേശങ്ങൾ ഇങ്ങനെയാണോ പടം എടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു ഉപദേശം. പിന്നെ അത് ഇങ്ങനെ ചില പത്രങ്ങളിലൊക്കെ സീരിയലായിട്ട് എഴുതിയിരുന്നു, വളരെ സീരിയലായിട്ട് ഓരോ ആഴ്ചതോറുമോ ഒക്കെ കണ്ണശ ഇത് എത്രമാത്രം മോശമാണെന്നുള്ളതിനെ പറ്റി. കാരണം ഇതിലെ നായകൻ പനി വന്ന് മരിക്കുന്നുണ്ട്, സത്യജിത്രയുടെ പടത്തിൽ ഒരാളും അസുഖം വന്ന് മരിക്കുന്നുണ്ട്. അപ്പോൾ സത്യജിത്രയുടെ പടത്തിൽ ഒരാൾ മരിച്ചവന് നമ്മളാരും പിന്നെ മരിക്കുന്നത് കാണിച്ചുകൂടാ. ഹാങ് ഓവർ, റെയ്ഡയും ഋതിക് ഘട്ടക്കിന്റെ ഒക്കെ ഹാങ് ഓവർ സാറിന് ഉണ്ടായിരുന്നോ എന്നൊരു ചോദ്യം പലപ്പോഴും എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ട ഫിലിം മേക്കേഴ്സാണ് അവർ രണ്ടുപേരും. ഘട്ടകന്റെ അധ്യാപകനുമായിരുന്നു. അതെ. പിന്നെ പിന്നെ ആദ്യത്തെ പടം മുതൽ എല്ലാത്തിനും സ്വയംവരം ഒഴിച്ച് ബാക്കി എല്ലാ പടവും അദ്ദേഹം കണ്ടിട്ടുണ്ട്. അദ്ദേഹം മരിക്കുന്നത് വരെ എല്ലാ പടം കണ്ടിട്ടുണ്ട്. എൻ്റെ പടങ്ങൾ വളരെ ഇഷ്ടപ്പെട്ടിരുന്ന ആളായിരുന്നു. പലരും പോയി അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാൻ ചെല്ലുമ്പോൾ ആരാണ് അദ്ദേഹം താങ്കൾക്ക് ഇഷ്ടപ്പെട്ട സംവിധായകൻ എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് പറയും അടൂർ ആൻഡ് അടൂർ എലോൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. അങ്ങനെയൊക്കെ പറഞ്ഞത് കാരണം ഈ കൽക്കട്ടയിലുള്ള മറ്റ് ഫിലിം മേക്കേഴ്സിന് ഒരു വലിയ വിഷമമായിരുന്നു അവരെ പറ്റി ഒന്നും പറയാതെ ഈ കേരളത്തിലുള്ള ഇയാളെ പറ്റി പറയുന്നതിന്. ഒരു ഫിലിം മേക്കർക്കാണ് വേറൊരു ഫിലിം മേക്കറെ കൃത്യമായിട്ട് മനസ്സിലാവുന്നത്. കാരണം അവർക്ക് പ്രത്യേകിച്ച് ആ ലെവലിലുള്ള ഫിലിം മേക്കർ, എല്ലാവർക്കും അല്ല. സിനിമ എടുത്തു വിചാരിച്ച് ഫിലിം മേക്കർ എന്നയാളെ വിളിക്കാൻ പറ്റില്ല ഒരാളിനെ. സത്യജിത്രേ, മൃണാൾ സെൻ, ഷാ ബനികൽ, ഇവരൊക്കെ എൻ്റെ പടം കണ്ടിട്ട് സംസാരിക്കുമ്പോഴാണ് ശരിക്കുള്ള ഫീഡ്ബാക്ക് എനിക്ക് കിട്ടുന്നത്. അത് വളരെ ഹൃദ്യമാണ്. ഇപ്പോഴും സ്വയംവരം ഒരു പക്ഷേ മലയാള സിനിമയെ മാറ്റിമറിച്ചു എന്ന് മാത്രമല്ല അടൂർ സാറിനെ മാറ്റിമറിച്ചു. കാരണം വെച്ചാൽ നമുക്ക് വലിയൊരു കോൺഫിഡൻസ് കിട്ടി. അത് വലിയ കോൺഫിഡൻസ് തന്നു, സംശയമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ സഞ്ചരിച്ച വഴി ശരിയാണ് എന്ന് എനിക്ക് ഉറപ്പുവരുത്തിയ ഒരു സംഭവമായിരുന്നത്. ആ ഒരു സിനിമ ദേശീയ അവാർഡ് കിട്ടിയ ശേഷം കേരളത്തിലേക്ക് വന്നപ്പോൾ വൻ സ്വീകരണമായിരുന്നു. വിമർശിച്ചവരൊക്കെ താങ്കളുടെ കൂടെ കൂടി. പിന്നെ എല്ലാ തിയേറ്ററിലും ഹൗസ്ഫുള്ളായിട്ട് ഓടുമായിരുന്നു ആ പടം. കാരണം ഇത് വലിയ വെണ്ടയ്ക്കായിരുന്നു എല്ലാ പത്രങ്ങളിലും. പിന്നെ അതൊരു ആളുകളെല്ലാം കാണണമെന്ന് ആഗ്രഹം തോന്നി. ഒരു മാസം കൊണ്ട് താങ്കൾ കടം വീട്ടി? ഒരു മാസം ഒന്നും 2-3 ആഴ്ച കൊണ്ട്. 2-3 ആഴ്ച കൊണ്ട്? അതെ, 2-3 ആഴ്ച കൊണ്ട്. ഒരാള് ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. സാർ നമസ്കാരം. ഇവിടെ സാറിൻ്റെ പേര് പറഞ്ഞാൽ തന്നെ എൻ്റെ മുട്ടുകാല് വിറയ്ക്കും. അത് എന്തിനാണെന്ന് എനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരുപാട് വർഷങ്ങളായി നമ്മൾ കാണാൻ തുടങ്ങിയിട്ട്. സാറിൻ്റെ ആദ്യത്തെ ഡോക്യുമെൻ്റ് തൊട്ട് ഞാൻ കൂടെ ഉണ്ട്. ഇപ്പോഴും അടൂർ സാറെന്ന് പേര് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് മുട്ട് വരിക. അതുകൊണ്ടാണ് ഇവർ എല്ലാവരെയും ഇരുത്തിയിട്ടൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് ഇത് പറയിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു എനിക്കിരിക്കാൻ പറ്റില്ല, അടൂർ സാറിൻ്റെ കാര്യമാണ്, എനിക്കിരിക്കാൻ പറ്റില്ല, ഞാൻ നിന്നുകൊണ്ട് പറഞ്ഞോളാം എന്ന് പറഞ്ഞാണ് ഇപ്പോൾ എന്നെ പിടിച്ച് ഇവിടെ നിർത്തിയിരിക്കുന്നത്. ആദ്യം ഡോക്യുമെൻ്ററി ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സ്വയംവരം ചെയ്തത്. സ്വയംവരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സാറ് കൊടിയേറ്റത്തിൻ്റെ കാര്യം എന്നോട് പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷെ കഥ പറയില്ലല്ലോ, കഥ തിയേറ്ററിൽ പോയി കണ്ടാലേ മനസ്സിലാവുള്ളൂ. അത് അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളിൻ്റെ ഒരു പ്രത്യേക വ്യക്തിത്വമാണത്. ആ വ്യക്തിത്വം ആ സിനിമയിൽ കാണണം എന്ന് ഉദ്ദേശിച്ച് ചെയ്യുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. APSC താങ്കളുടെ സിനിമകളുടെ ഒരു അവിഭാജ്യ ഘടകമാണെന്ന് വേണേൽ പറയാം. ആണ്. എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ താങ്കളുടെ സിനിമയിൽ ബദലുള്ളതും ഒരു നടി ലളിതയാണ്. ബദലുകളിൽ റോളില്ലാത്തതുകൊണ്ട് വോയിസ് ആയിട്ട് വന്നു. നാരായണിയായിട്ട്. അത് വളരെ ഗംഭീരമായ ഒരു വോയിസിൽ കൂടെ ഒരു ക്യാരക്ടർ അങ്ങനെ ഉണർന്നു നിന്നു. വേറെ ആരും പറഞ്ഞാൽ അത്രയും നന്നാവത്തില്ല. ചേച്ചി ഒരു ആരോണം ഉന്നയിച്ചു.
സ്ക്രിപ്റ്റ് ആർക്കും കൊടുക്കില്ല. സത്യമാണ്. പിന്നെയും എന്നുള്ള സിനിമയുടെ സ്ക്രിപ്റ്റ് ദിലീപിന് കൊടുത്തു എന്നും അതുകൊണ്ട് ഒളിച്ചോടാൻ അദ്ദേഹം ആഗ്രഹിച്ചു എന്നൊക്കെ പറഞ്ഞതായിട്ട് കേട്ടു. ആ ഭാഗം വായിക്കാൻ, അതെ, ആ ഭാഗം മാത്രം വായിച്ചാൽ മതി. സീൻ മാത്രം വായിക്കാൻ. അതാ പറഞ്ഞേ, താഴോട്ട് വായിക്കാൻ ടെംപ്റ്റേഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ചെയ്തില്ല എന്ന് പറഞ്ഞേ. ജോക്കാണ് സാർ സ്ക്രിപ്റ്റ് കൊടുക്കാത്തത്. സ്ക്രിപ്റ്റ് ഓരോ നടനും നടിയും ഒക്കെ അവരുടെ സ്വന്തം നിലയിൽ ഇതിനെ ഇങ്ങോട്ട് വിഭാവന ചെയ്യാൻ തുടങ്ങും. അവരുടേതായിട്ടുള്ള ഈ വ്യാഖ്യാനങ്ങൾ കൊണ്ടുവരും, സ്വാഭാവികമായിട്ട് കൊണ്ടുവരും. ഒരു റോള് വായിച്ചു കഴിയുമ്പോൾ ഇന്ന പോലെ ചെയ്യണമെന്ന്, അത് വളരെ ദോഷം ചെയ്യും. കാരണം ഞാൻ വിഭാവന ചെയ്തിരിക്കുന്നത് വേറൊരു രീതിയിലായിരിക്കും, അതിന് വളരെ ദോഷം ചെയ്യും. അതുകൊണ്ടാണ് കൊടുക്കാത്തത്. അല്ലാതെ അവരുടെ ഇത് മാത്രമല്ല, ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ആ സീനിൽ പറഞ്ഞു കൊടുക്കും. അവരങ്ങനെ ഒരു ബ്ലാങ്കായിട്ട് ഡയലോഗ് പറയാമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ അഭിനയിക്കേണ്ടതുള്ളൂ. അതെ, അതെ. അതിന് മുമ്പ് അവർ വേറെ തയ്യാറെടുപ്പ് നടത്തേണ്ട ആവശ്യമില്ല. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തു എന്നൊക്കെ പറയുന്നു, അങ്ങനെ ആവശ്യമില്ല. പ്രിപ്പയർ ചെയ്യാൻ ചിലപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് താങ്കൾ നിഷ്കർഷിക്കുന്ന രീതിയിൽ ചിലര് അവരുടെ ശരീരപ്രകൃതി. ഇപ്പോൾ കരവന നടന്നവർ ഇരുപത്തായത്തിൽ അഭിനയിക്കുമ്പോൾ ഞാൻ ഏറ്റവും അവസാനത്ത് നിന്ന് തുടക്കത്തിലേക്കാണ് ഷൂട്ട് ചെയ്തത്. കാരണം അങ്ങനൊരു ഡയറ്റ് ഞാൻ കൊടുത്തു, ഒരു 2-3 മാസം കൊണ്ട് കഴിക്കാനുള്ളത്. അതിങ്ങനെ കുറേശ്ശായിട്ട് ആഹാരം കുറച്ച് കൊണ്ടുവന്നിട്ട് അവസാനം ജലപാനം മാത്രമായിട്ട് വരുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോയിട്ട്, അപ്പോൾ അങ്ങ് അവസാനപ്പോഴത്തേക്ക് വളരെ ക്ഷീണിതനായിട്ടുള്ള ഇതാവും. അഭിനയിച്ചില്ലെങ്കിലും ക്ഷീണം സ്വയം ശരീരത്തിൽ മുഖത്തും എല്ലാം അങ്ങ് വരും. ആ നിലയിൽ നിന്ന് ഞാൻ പുറകോട്ടാണ് ഷൂട്ട് ചെയ്ത ആ പടം. ഇതിന് കുറേശ്ശായിട്ട് ആഹാരം കൊടുത്തു തുടങ്ങി. അവസാനം തുടക്ക ഭാഗം വന്നപ്പോഴത്തേക്ക് നോർമലായിട്ടുള്ള കരവനാടുന്നവരായി. അങ്ങനെ പടം ഷൂട്ട് ചെയ്ത് അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഒരു നടനെ എങ്ങനെ ഏത് രീതിയിൽ അദ്ദേഹത്തിന് രൂപം പോലും മാറ്റേണ്ട ആവശ്യമുണ്ടോ? കാരണം ഞാൻ നടത്തുന്ന ഒരു സംഗതി അതാണ്. പ്രത്യേകിച്ച് പുതിയ ആളുകളൊക്കെ എടുക്കുമ്പോൾ അവരുടെ മുഖത്തിൻ്റെ ക്യാരക്ടർ സ്റ്റഡി ഒത്തിരി താടി ഉണ്ടായിരുന്നാൽ ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്റ്റഡീസ് നടത്തും. ഞാൻ തന്നെ ഫോട്ടോഗ്രാഫ്സ് എടുത്ത് നോക്കിയൊക്കെ ആയിട്ട് ചെയ്തതാണ്. സ്വയംവരത്തിന് ശേഷമുള്ള മറ്റൊരു സിനിമ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട സിനിമയായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ കഥാപാത്രം അന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരുടെയും മനസ്സിലേക്ക് കയറി. അത് ഈ മലയാളത്തിലെ ഒരു ഫ്രേസ് വരെയുണ്ട്, അവന് ഉത്സവം കണ്ട് നടക്കുന്നവനാണ്. അതെ 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 ഒരു റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുക്കാതെ ഉത്സവം കണ്ട് നടക്കുന്ന ഒരുത്തരാന്ന് പറയും. അങ്ങനെ ഒരാളെയാണ്. പക്ഷെ ഇത് ഈ പടത്തിന് അയാൾക്ക് വലിയ പ്രാധാന്യം വരാൻ കാരണം ഓരോ ഷോട്ടിലും നമ്മൾ കാണുന്ന എല്ലാ കാഴ്ചയിലും അയാളുണ്ട്. അതൊരു ക്യാമറയും കൊണ്ട് ആരെങ്കിലും അയാളുടെ പുറകെ പോയിടത്തെല്ലാം പോയി ഇങ്ങനെ ഷൂട്ട് ചെയ്യായിരുന്നു, അങ്ങനെ എടുത്തതാണ് ഈ സിനിമ എന്നുണ്ടെങ്കിൽ തോന്നാം കാണുന്നവർക്ക്. ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതിനൊരു വളരെ ഒരു എപ്പിസോഡിക്കൽ സ്ട്രക്ചറാണ്. അതിനൊരു വളരെ ക്ലോസ് ആയിട്ട് നെറ്റ് ചെയ്തിട്ടുള്ള ഒരു രൂപമല്ല ഉള്ളത്. ഈ ശങ്കരൻകുട്ടി എനിക്ക് തോന്നുന്നു അന്ന് സാറ് പറഞ്ഞ പോലെ ആൾക്കാരുടെ സംഭാഷണങ്ങളിലെ ഒരു കഥാപാത്രമായി വന്നു. അതെ അതെ. ഒരു ഇറസ്പോൺസിബിളായി പെരുമാറുന്ന ഒരുത്തിനെ ഈ പറഞ്ഞ ഇവനായിട്ട് വ്യാഖ്യാനിക്കുന്ന രീതിയിലേക്ക് അതെ 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 വന്നു. ദേശീയ പുരസ്കാരങ്ങളും താങ്കൾക്ക് ഈ സിനിമയിൽ. അതെ. പക്ഷേ ഈ സിനിമയുടെ പ്രത്യേകത ഒരു പശ്ചാത്തല സംഗീതവും താങ്കൾ ഉപയോഗിച്ചില്ല. അത് വല്ലാത്തൊരു ധൈര്യമായിരുന്നു. പശ്ചാത്തല സംഗീതം ഉപയോഗിക്കാത്ത ഈ സിനിമയിൽ ശബ്ദം വന്നതിന് ശേഷം പശ്ചാത്തല സംഗീതം ഉപയോഗിക്കാത്ത ഏക ഇന്ത്യൻ പടം ഇതായിരിക്കും. ഇന്ത്യൻ പടമോ ലോകപടമോ വേണമെങ്കിൽ റേ ആദ്യം കണ്ട പടം ഇതാ എൻ്റെ ഡൽഹി വെച്ച്. അപ്പോൾ ഇതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു. വലിയ ഹാളിൽ നിന്ന് തുടക്കം വരെ ചിരിക്കുകയായിരുന്നു പുള്ളി. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിയുടെ ഉറക്കെയുള്ള ചിരിയായിരുന്നു കേൾക്കുന്നത്. അപ്പോൾ ഒരു പ്രൈവറ്റ് ഹാളിലാണ് കാണിച്ചിരുന്നത്. അദ്ദേഹം ഇത് കഴിഞ്ഞിട്ട് ഞാൻ സംസാരിക്കാനായിട്ട് ഇങ്ങനെ വലിയ ഇഷ്ടമാണ് സംസാരിക്കുന്നത്. പടം കഴിഞ്ഞിട്ട് സംസാരിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇനി ഉപയോഗിക്കേണ്ടെന്ന് വെച്ചിരിക്കുകയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഇത് ഈ പടത്തിന് ഉപയോഗിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ. കാരണം ഇത് മ്യൂസിക്ക് അങ്ങനൊരു സ്വഭാവമുണ്ട്. ഇയാളെ ഒരു തരത്തിൽ ഇങ്ങനെ ട്രാക്ക് ചെയ്യും. അയാളുടെ കീഴിൽ ഒരു അടിവര വിടുന്ന പോലെ വരും. അങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ അവിടെ എവിടെയും ബന്ധങ്ങളിൽ പെടാത്തൊരുത്തനാണ് ഇയാൾ. ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് അയാൾ അങ്ങനെ നിർത്താൻ വേണ്ടിയിട്ടാണ് ഒരു കണ്ടിന്യൂറ്റി വേണ്ട, അവനെ മുറിഞ്ഞു കിടക്കട്ടെ. അതെ അതെ അതെ. ഓ ശരി, ഓക്കെ. വളരെ കെയർലെസ് ആയിട്ട് തന്നെ നിൽക്കണം. അങ്ങനെ അയാൾ അങ്ങനെ പോകുന്ന ആളാണ്. അയാൾക്ക് അവസാനം അയാളുടെ മോറിങ്സിലേക്ക് വരുന്നു. അതാണ് അതിന്റെ. ഈ സിനിമയുടെ അന്ത്യത്തിലും അദ്ദേഹം ഒരു റെസ്പോൺസിബിൾ ആയിട്ട് മാറുന്നതായിട്ടാണ്. അതെ അതെ. അവിടെ സംഗീതമുണ്ട്. അത് കഥകളിയുടെ സംഗീതം. ദൂരെ നിന്ന് പിന്നെ നമ്മുടെ എമ്രാന്തിരി പാടുന്നതാണ് രംഭാപ്രവേശത്തിൻ്റെ ഭാഗം. പിന്നെ കഥകളി അവിടുത്തെ അകലെ എവിടെയോ ഇയാളുടെ അമ്മായിയമ്മ കഥകളിക്ക് വലിയ ഭ്രമമാണ്. അവർ പോയിരിക്കുകയാണ് കാണാനായിട്ട്. അവിടുന്ന് കേൾക്കുന്ന കഥകളി സംഗീതം പശ്ചാത്തലത്തിൽ. സ്വയംവരത്തിലൊരു വലിയൊരു സംവിധായകൻ ഉരുത്തിരിഞ്ഞെങ്കിൽ കൊടിയേറ്റത്തിൽ വലിയൊരു നടനാണ് ഉരുത്തിരിഞ്ഞത്. പക്ഷേ പിന്നീട് സാധാരണ
അടൂർ സാറിൻ്റെ പതിവിൽ ഈ നടനൊക്കെ പിന്നീട് വരേണ്ടതാണ്. പക്ഷേ പിന്നീട് അത് വന്ന് കാണുന്നില്ല. ചിലർക്ക് പ്രശസ്തി വലിയ ദോഷം ചെയ്യും. ഞാൻ ആ ചോദ്യം വളരെ മയത്തിലാണ് ചോദിച്ചത്. അതെ അതെ അങ്ങനെ ഒരു അവസ്ഥയിലാണ്. പിന്നെ അവിടുത്തെ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ, ചിത്രലേഖ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ തന്നെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായി. അതിൽ ചില പങ്കുചേരലുകളൊക്കെ. ഭരത് ഗോപി താങ്കളുമായിട്ട് ഇടഞ്ഞു? എന്നോട് അടഞ്ഞിട്ടൊന്നുമില്ല, ഒരിക്കലുമില്ല. ഒരിക്കലുമില്ല. ഒരിക്കലും നിങ്ങൾ ഒരു തരത്തിലും മുഷിച്ചിട്ടില്ല? പക്ഷേ എൻ്റെ പിന്നിൽ പുള്ളി പല പരിപാടികളും അവിടെ ഇങ്ങനെ ഈ സ്ഥാപനത്തിനകത്ത്. താങ്കളുടെ വിരുദ്ധ ഗ്രൂപ്പുമായി ചേർന്നു? എനിക്ക് ഗ്രൂപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അല്ല, താങ്കൾ എതിർക്കുന്നവരുമായിട്ട്? ഞാനത് വിട്ടു എന്നുള്ളതേ ഉള്ളൂ. ഒരു ഗ്രൂപ്പ് എനിക്ക് ഉണ്ടായിട്ടില്ല. എന്തായാലും ആ ഒരു സിനിമയിൽ മാനസികമായിട്ടാകുന്നു. എന്നതല്ല, ഗോപി മരിക്കുന്ന ഒരു ഏതാനും മാസം മുമ്പ് എന്നോട് വിളിച്ചു പറഞ്ഞു, നമ്മൾ തമ്മിൽ കാണാത്തതിൻ്റെയും. കാരണം എല്ലാ വൈകുന്നേരം എൻ്റെ വീട്ടിൽ വരികയായിരുന്നു. ലേറ്റ് നൈറ്റ് അവസാനത്തെ ബസ്സിലാണ് പുള്ളി തിരിച്ചു വീട്ടിൽ പോകുന്നത്. അന്നൊക്കെ എൻ്റെ വൈകുന്നേരങ്ങൾ മുഴുവനും പുള്ളി ഇരുന്ന് വർത്തമാനം പറഞ്ഞ് എന്നിൽ നിന്ന് പലതും മനസ്സിലാക്കാനും ഒക്കെയാണ് ശ്രമിക്കുന്നത്. അങ്ങനെ വരട്ടെ എന്ന് പറയും. വർത്തമാനം പറയുമ്പോൾ നമ്മളിങ്ങനെ തുറന്നെല്ലാം പറയുമല്ലോ. അങ്ങനെ ഇരുന്ന ഒരു കഥാപാത്രമാണ്. ചിലപ്പോൾ ആ വീട്ടിൽ നിന്ന് തന്നെ ആരും കഴിച്ചിട്ട് പോകും. ഇങ്ങനെയൊക്കെയാണ്. ഒരു സ്റ്റേജ് കഴിഞ്ഞ് ഞാനത് വിട്ടപ്പോൾ അതിനു മുമ്പ് തന്നെ ഒരു പക്ഷേ എൻ്റെ പിന്നിൽ പല സംഗതികളും നടന്നിരിക്കാം. 6 മാസം മുമ്പെങ്കിലും ആണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മൾ തമ്മിൽ കാണാത്തതിൻ്റെയും ഒക്കെ ദോഷവും നഷ്ടവും ഒക്കെ എനിക്കാണ് എന്ന് പറഞ്ഞു. എന്നെ വിളിച്ച് വളരെ, ഞാൻ പഴയ ഗോപിയാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. അടൂർ സാറേ, ഈ സിനിമയ്ക്ക് ഈ സിനിമ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് തമ്മിലൊരു ചെറിയ അല്ലെങ്കിൽ ഒരു വിശ്വാസക്കുറവ്? അങ്ങനെയൊന്നുമില്ല. അല്ല, സിനിമ പൂർത്തിയായ ശേഷമാണോ ഇതിന്റെ? അതുമില്ല. പക്ഷെ ഈ ഗോപി അറിയപ്പെടാൻ തുടങ്ങിയത് കൊടിയേറ്റം ഗോപി എന്നാണ്. അതെ, അത് മാറ്റാൻ വേണ്ടിയാണ് അയാൾ പോയിട്ട് ഈ ഭരത് ഗോപി എന്ന് പേര് വെച്ച്. ശരിക്കും പറഞ്ഞാൽ ഗോപിക്ക് ഭരത് എന്ന് പറഞ്ഞൊരു അവാർഡ് കിട്ടിയിട്ടില്ല. ബെസ്റ്റ് ആക്ടർക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. കാരണം ഭരത് എന്ന് പറഞ്ഞ ഒരു പേര് വെച്ചിട്ട് അവാർഡ് കൊടുത്തത് 2-3 കൊല്ലം അതെടുത്ത് കളഞ്ഞിരുന്നു. അതെ, അടുത്ത് കളഞ്ഞു. പക്ഷേ പുള്ളിക്ക് കൊടിയേറ്റം ഗോപി എന്നുള്ള അഡ്രസ്സ് കളയാൻ വേണ്ടിയിട്ടാണ് ഭരത് ഗോപി എന്നായത്. പക്ഷെ പിന്നീട് നാഷണൽ അവാർഡൊന്നും ഗോപിക്ക് കിട്ടിയില്ല. അപ്പോൾ കൊടിയേറ്റം അവിടെ സ്റ്റാമ്പായിട്ട് കിടന്നു. ആരെങ്കിലും ഒക്കെ പറഞ്ഞില്ലേ അടൂർ സാറിനോട്, ഗോപിയെ വെച്ച് ഒരു സിനിമയും കൂടെ വേണ്ടതില്ലേ? പക്ഷെ താങ്കൾക്ക് വളരെ വ്യക്തതയുണ്ട്. അങ്ങനെ ആരും പറഞ്ഞില്ല. പിന്നെ ഗോപിക്ക് ചേരുന്ന റോളുകളും വന്നില്ല. അങ്ങനെയുണ്ട്. സാറിന്റെ ചിരിയിലെല്ലാം ഉണ്ട്. സിനിമയിൽ ഇങ്ങനെയുള്ള കൈപ്പേറിയ അനുഭവങ്ങൾ വേറെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നു സാറും അരവിന്ദനും തമ്മിലുള്ള എന്തോ ചെറിയൊരു ആശയക്കുഴപ്പം. ഞങ്ങളും യാതൊരു ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഈ അരവിന്ദിന്റെ പ്രൊമോട്ടേഴ്സായിട്ട് നടക്കുന്ന കുറേ ആളുകൾ ഇങ്ങനെ ഫാൻ അപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളതല്ല. എനിക്ക് അരവിന്ദനായിട്ട് ഒരു പ്രശ്നം ഉണ്ടായില്ല. സിൽബന്തികളാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അതെ, സിൽബന്തികളായിരിക്കണം. എനിക്ക് നേരിട്ട് പ്രശ്നമൊന്നുമില്ല. അരവിന്ദന്റെ സിനിമകളെ കുറിച്ച് അടൂർ സാർ നടത്തിയൊരു പരാമർശമൊക്കെ പലപ്പോഴും വേറെ രീതിയിൽ ഒന്ന് ബ്ലോ അപ്പ് ചെയ്തിട്ടുണ്ടാകാം. ഞാൻ അങ്ങനെ ഒരു പരാമർശമൊന്നും നടത്തിയിട്ടില്ല. ഇല്ല. പിൽക്കാലത്ത് പലരും അരവിന്ദനെ പറ്റി എൻ്റെ അഭിപ്രായം എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ അരവിന്ദൻ വളരെ കഴിവുള്ള ആളാണ്. എന്ന് മാത്രമല്ല, അരവിന്ദനെ ഈ രംഗത്തേക്ക് വരാൻ ശക്തിയായിട്ട് പ്രേരിപ്പിച്ച ആളാണ് ഞാൻ. കാരണം ഇത് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു യാത്രയാവരുത് മലയാള സിനിമയിലെ പുതിയ ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത്. എനിക്ക് ഒരുപാട് പേര് കൂട്ടുകാർ വേണം. പത്മരാജന്, ഇവരൊക്കെ ഞാൻ ഒരുപാട് പ്രോത്സാഹിപ്പിച്ച ആളുകളാണ് ഇതിനകത്തേക്ക് വരാനായിട്ട്. സ്ക്രിപ്റ്റ് എഴുതിയപ്പോൾ പത്മരാജനൊക്കെ ആദ്യം എന്നെ കൊണ്ട് കാണിക്കുകയും ഞാൻ അഭിപ്രായം പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം ഇവിടെ വന്ന് പത്മരാജനോട് ട്രാൻസ്ഫർ വന്ന് തിരുവനന്തപുരത്ത് വന്ന് ആകാശവാണി ആയപ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് കാണുകയും നല്ല ബന്ധമായിരുന്നു. ഒരിക്കലും അത് പോയിട്ടുമില്ല. പക്ഷേ ചിലർ വഴിതിരിച്ചു പോകും. പത്മരാജൻ വളരെ കൊമേഴ്ഷ്യലായിട്ട് പിന്നെ സക്സസ്ഫുൾ ആയി. കൊമേഴ്ഷ്യലാണെങ്കിൽ പോലും അതിൽ തന്നെയും കുറച്ച് ഭേദപ്പെട്ട പടങ്ങൾ എടുക്കാൻ കഴിഞ്ഞു. ഇവരൊക്കെ ഈ പറഞ്ഞ സമാന്തര സിനിമയിൽ നിന്ന് അരവിന്ദനോട് എനിക്കുള്ള ഇഷ്ടവും അതായിരുന്നു. അരവിന്ദൻ ഒരിക്കലും കോംപ്രമൈസ് ചെയ്തിരുന്നില്ല. കോംപ്രമൈസ് ചെയ്യാതെ അരവിന്ദൻ വിശ്വസിച്ച് തരം ഒരു സിനിമ എടുത്തിരുന്നു. പക്ഷേ അരവിന്ദൻ്റെ കൂടെ നടന്നവർ, അരവിന്ദന് ഈ ഒരു ആർട്ടിസ്റ്റിന് എപ്പോഴും ആവശ്യമാണ് നമുക്ക് ഒരു ഡൗട്ട്സ് വേണം, സംശയങ്ങൾ വേണം, നമ്മൾ ചെയ്ത് ശരിയാണോ എന്നിങ്ങനെ ഒരു അകലാപ്പ് വേണം, ഭയാശങ്കകൾ വേണം. ഇതൊക്കെ നമുക്കൊരു ആർട്ടിസ്റ്റിന് വേണ്ടതാണ്. അതെടുത്തു കളഞ്ഞിട്ട് ഇങ്ങനെ പറയുന്ന അവരിതിങ്ങനെ പറയുന്ന പ്രോപ്പപ്പ് ചെയ്ത് ഇങ്ങനെ കൊണ്ടു നടന്നിട്ട് അദ്ദേഹത്തിന് ഒരിക്കലും ഒരു പോയിന്റിൽ നിന്ന് മുകളിലേക്ക് പോകാൻ സമ്മതിച്ചില്ല അവർ. അതാണ് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്. അരവിന്ദൻ ഈ രംഗത്ത് വരണമെന്നും നമ്മൾ ഒത്തു തന്നെ മുമ്പോട്ട് പോകണം, നമ്മുടെ മലയാള സിനിമ നല്ല നിലയിൽ പോകണമെന്നൊക്കെ ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ അരവിന്ദനോട് എനിക്ക് സത്യം തോന്നേണ്ട യാതൊരു കാര്യമില്ല. ഇടക്കാലങ്ങളിൽ മാധ്യമങ്ങളിലൊക്കെ തൽപര കക്ഷികൾ ഇതിങ്ങനെ ആക്കിയെടുത്താണ്. ഞാൻ സാറേ ഈ അഭിമുഖത്തിൽ അടൂർ സാറിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ നാഴികക്കല്ലുകളോട് ഞാൻ പരാമർശിച്ചു പോവുകയാണ്.
അപ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന പല കഥാപാത്രങ്ങളെക്കുറിച്ച് നമ്മൾ സ്വാഭാവികമായിട്ട് ഇതുവരെ വന്നിരിക്കുന്ന എല്ലാ ചോദ്യങ്ങളും ഞാനിങ്ങനെ ഇട്ട് തരികയാണ്. അതെ ഈ ചോദ്യങ്ങളിലെ ഒന്നും സൃഷ്ടാവ് ഞാനല്ല. ഇതൊക്കെ സമൂഹത്തിൽ പല ഘട്ടങ്ങളിലും ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. ഇപ്പം ഗോപിച്ചേട്ടനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും എന്നെപ്പോലുള്ള ആൾക്കാരുടെ മനസ്സിൽ വന്നത് എന്തുകൊണ്ട് ആ സിനിമ ഇത്രയും ഉയർന്ന തലത്തിൽ വിരാജിച്ച ഒരു സിനിമയ്ക്ക് ശേഷം ഈ ഒരു മികച്ച സംവിധായകനും ആ മികച്ച നടനും തമ്മിൽ പിന്നീട് കണ്ടുമുട്ടാതെ പോയി എന്നുള്ളതാണ്. അതന്വേഷിച്ചപ്പോഴാണ് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുവെന്നും വഴി പിരിഞ്ഞതാണ്. നേരിട്ടില്ലെങ്കിലും ഒരു വഴി വരില്ലായിരുന്നു. സാറിന്റെ ജീവിത സാഹചര്യമൊക്കെ ഈ സിനിമയിലേക്ക് കുറച്ചൊക്കെ കടന്നു വന്നിട്ടുണ്ടെന്ന് പറയുന്ന ആൾക്കാർ എല്ലാ പടത്തിലും ഉണ്ട്. അത് ഒഴിവാക്കാൻ പറ്റില്ല. അല്ല, എൻ്റെ ആത്മാംശം എല്ലാ പടത്തിലും ഉണ്ട്. ഞാൻ പല റോളുകളിൽ ജീവിക്കുന്ന ഒരാളാണ്. അത് ഏറിയും കുറഞ്ഞു ഇരിക്കുന്നു മാത്രം. അത്രേ ഉള്ളൂ. ഈ സിനിമയിൽ കുറച്ച് കയറി വന്നു. ഗോപിയുടെ കഥാപാത്രം ഉണ്ടല്ലോ, അതും ഒരു വംശം വരെ ഞാനാണ്. കുറച്ചു കാലം അങ്ങനെ നടന്നിരുന്നു. വളരെ ഇറസ്പോൺസിബിൾ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന. പക്ഷെ അത് ആർക്കും തോന്നില്ല. അതിന് സാറിന് എത്ര കണ്ട് പറഞ്ഞാലും പറ്റില്ല. ഇത്രയും നേട്ടങ്ങളും പ്രശസ്തിയും ഒക്കെയുള്ള ഒരുപാട് അഭിമാനം മലയാളിക്ക് നേടിക്കൊടുത്ത ഒരാൾ ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കില്ല. പിന്നെ ഈ കഥാപാത്രം, ഇതിലെ ഉണ്ണി എന്ന് പറയുന്നത് ഒരു കുഴിമടിയനായിട്ടുള്ള ഒരു പാർട്ടി, അതും ഞാനാണ്. എന്ന് മാത്രമല്ല, ഈ പടം പലയിടത്തും കാണിക്കുമ്പോഴേ മലയാളികൾ പോലും അല്ലാത്തവരൊക്കെ വന്നിട്ട് ആയാം ഉണ്ണി എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുന്നവരുണ്ട്, സ്വയം പരിചയപ്പെടുത്തുന്നവരുണ്ട്. ഈ ഉണ്ണികൾ എപ്പോഴും എല്ലായിടത്തും ഉണ്ട്. എല്ലാ വളരെ കർമ്മനിരതനായ ഒരാളുടെ മനസ്സിലൊരു ഉണ്ണി ഉണ്ട്. എനിക്ക് തോന്നുന്നു അടൂർ സാറിനെ ആൾക്കാർക്കൊന്ന് നിർബന്ധിക്കേണ്ടി വരും ചില സമയത്തല്ലേ? അതെ, അല്ലെങ്കിൽ ഉണ്ണിയായി പോവാം. എൻ്റെ സഹധർമ്മിണി പറയുമായിരുന്നു, സാറ് ഒരുപാട് തട്ടും തൊഴിയൊക്കെ കിട്ടിയാൽ മാത്രമേ എണീക്കുള്ളൂ. ഏത് നിമിഷം വേണം ഒരു ഉണ്ണിയായി മാറാം. അതെ. അപ്പം അത് ആൾക്കാരുടെ പ്രേരണ കൊണ്ടാണ്. ഒരുപാട് കാലം താങ്കളുടെ സഹധർമ്മിണിയാണ്, താങ്കളുടെ ഭാര്യയാണ് താങ്കളെ കർമ്മനിരതയാക്കിയത്. എനിക്കൊന്ന് സാറ് സ്ക്രിപ്റ്റ് വായിക്കാൻ കൊടുത്തിട്ടുള്ള ഏകയാള് വേണമെങ്കിൽ ഭാര്യയായിരിക്കാം. അതെ അല്ലേ? അതെ. ഒരു വിശ്വാസം അവരോട് ഉള്ളൂ. വിശ്വാസക്കുറവുകൊണ്ടല്ല, അതിങ്ങനെ ഡിബേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമല്ല. എന്തായാലും അവർ വായിച്ച് അവരുടെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസ് ഒക്കെ താങ്കൾക്ക് വളരെ പ്രധാനമാണ്. അവരുടെ സംസാരിക്കും, അവരുടെ വാചിപ്പിക്കും, അത് ചെയ്യും. അത് വളരെ പ്രധാനമായിരുന്നു. ഇതിലെ ഉണ്ണിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ ഈ സിനിമ കണ്ടിട്ടുള്ളതാണ്. ഈ ഉണ്ണിക്ക് ഒരു ധൈര്യമില്ല, ഒന്നിനും ധൈര്യമില്ല. എന്തിനേറെ ഒന്ന് പ്രണയിക്കാനുള്ള ധൈര്യം പോലും ഇല്ല. അദ്ദേഹത്തിനെ കാമിക്കുകയും മോഹിക്കുകയും ചെയ്യുന്ന സ്ത്രീകളെ പോലും അദ്ദേഹം നിരാശനാക്കും. അടൂർ സാറിന്റെ ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഇല്ല, എനിക്ക് ഈ ഉണ്ണി എന്ന് പറയുന്നത്, അല്ല, ഈ ഉണ്ണി ഒരു മധ്യവയസ്സ് കഴിഞ്ഞ ആളാണ്. ഇതിലെ ഉണ്ണി, ഞാനിത് മധ്യവയസ്സിൽ എത്തുന്നതിന് മുമ്പ് എടുത്ത സിനിമയാണ്. അപ്പൊ എൻ്റെ അനുഭവം ഒന്നും പറയാൻ പറയാൻ ഒക്കെയല്ല. പക്ഷെ എനിക്ക് ഇങ്ങനെയുള്ള ഈ കഥാപാത്രത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫ്യൂഡൽ പശ്ചാത്തലത്തിൽ വന്നിട്ട് അതെല്ലാം പോയി. ഫ്യൂഡൽ വ്യവസ്ഥയെ നിലനിർത്തിയിരുന്ന ഈ തെങ്ങുംപുരയിടവും വയൽ പ്രദേശങ്ങളും ഒക്കെ ചേർന്നാണല്ലോ ഒരു ഫ്യൂഡൽ വ്യവസ്ഥ നിലനിർത്തിയത്. അയാളൊന്നും ചെയ്യാതെ അയാൾക്ക് വേണ്ടി മറ്റുള്ളവർ ജോലി ചെയ്ത് അതിന്റെ ഫലം അനുഭവിക്കുക, അതായിരുന്നല്ലോ ഫ്യൂഡലിൻ്റെ. അതിന്റെ സംഗതികളെല്ലാം അങ്ങ് പോയി. അപ്പോൾ പുള്ളിയുടെ പ്രശ്നം, പുള്ളി ഒരു പാതറ്റിക് അവസ്ഥയിലാണ്, ഒരു ദയനീയമായ അവസ്ഥ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ഈ പാർട്ടിഷൻ, അതായത് മറ്റുള്ളവരെ പങ്കിടുക, ഒന്നും പങ്കിടുന്നില്ല. അയാൾ പിടിച്ചു വെക്കുക. കാരണം പങ്കിട്ടാൽ അയാൾക്ക് പ്രശ്നമാണ്. അതുകൊണ്ടാണ്. കാരണം ഒരു സഹോദരിയെ കല്യാണം കഴിച്ചയക്കണമെങ്കിൽ അവരുടെ ഷെയർ കൊടുക്കണം. മൂത്ത സഹോദരി അവരുടെ ഷെയറിന് അത് കൊടുക്കാൻ വിഷമിക്കുന്നു. ഇങ്ങനെ അയാളുടെ ആശകൾ, പ്രതീക്ഷകൾ, അയാളുടെ സങ്കടങ്ങൾ, ഇതുപോലും പങ്കുവയ്ക്കുന്നില്ല ആരുമായിട്ടും. അങ്ങനെ വരുന്ന ഒരു ആള് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അയാൾ മറ്റുള്ളവരുമായിട്ട് ആക്ടിങ് ആൻഡ് റിയാക്ടിങ് രണ്ടുമില്ല, റെസ്പോൺസ് ഇല്ല, ഒന്നിനോടും ഇത് ചെയ്യുന്നുമില്ല. അങ്ങനെ വരുമ്പോഴാണ് അയാളുടെ ഒരു സ്വത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ വരുന്നത്. അതാണ് ഉണ്ണിയുടെ കഥ. അതാണ്. പക്ഷെ അത് പറ്റിയ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ കൊണ്ടുവന്നത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ ഫ്യൂഡൽ വ്യവസ്ഥ കഴിഞ്ഞിട്ട് അതിൻ്റെ എല്ലാ ചീത്ത അംശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഒരാൾ കഴിയുകയാണ്. സ്വന്തം സഹോദരിയെ കെട്ടിച്ചയക്കാൻ പോലും തയ്യാറാണ്. അല്ല, കാരണം അയാൾക്ക് അതുകൊണ്ടുണ്ടാകുന്ന അസൗകര്യങ്ങളാണ് കാരണം. വളരെ വളരെ പ്രസക്തം. അതെ. ഇതിൽ വരേണ്ട ഒരാളുണ്ട്, വരട്ടെ. ലോക സിനിമയിലെ തന്നെ ലെജൻഡായ സാറിൻ്റെ എലിപ്പത്തായം എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ എനിക്ക് കഴിഞ്ഞത് എൻ്റെ ഒരു വലിയ ഭാഗ്യമായാണ് ഞാൻ കണക്കാക്കുന്നത്. അന്ന് സാറ് എന്നെ ഈ ചിത്രത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ജലജയ്ക്ക്
ഈ സിനിമയിൽ ഗ്ലിസറിൻ ഉപയോഗിക്കേണ്ടെന്ന്. വളരെയധികം സന്തോഷമുണ്ടായിരുന്നു ഒരു ബോൾഡായ ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട്. എന്നിട്ട് സാർ അതിൽ ഞാൻ തന്നെ ഡബ് ചെയ്യണം എന്ന് പറഞ്ഞപ്പം അതുവരെ ചില ചിത്രങ്ങളിൽ ഞാൻ ഡബ് ചെയ്തിരുന്നു, ചിലതിൽ ഞാൻ ഡബ് ചെയ്തില്ല. എന്താ വെച്ചാൽ എൻ്റെ മലയാളത്തിന് ഒരു ഇംഗ്ലീഷ് ചുവയുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അത് സാർ എന്നെ കൊണ്ട് ഡബ് ചെയ്യിച്ചപ്പം എനിക്ക് കൂടുതൽ കോൺഫിഡൻസ് ആണ് നൽകിയത്. അന്നത്തെ ആ എലിപ്പത്തായം കഴിഞ്ഞ് സാർ ഇന്ന് പിന്നെയും എന്നുള്ള ചിത്രം വരെ എത്തി നിൽക്കുന്നു. അപ്പോൾ അന്നത്തെ സിനിമയിൽ നിന്ന് ഇന്നത്തെ സിനിമയിലേക്ക് എത്തുമ്പം എന്താണ് സാറിന് ഒരു വ്യത്യാസമായിട്ട് തോന്നിയിട്ടുള്ളത്? സാറിൻ്റെ പുതിയ അനുഭവം അതെന്താണ് സാറിന് പറയാനുള്ളത്? ജലജ ജയശ്രീ അല്ലേ, എന്തായിരുന്നു ആ കഥാപാത്രത്തിന്റെ പേര്? എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു ജയശ്രീ കൂട്ടുകാരിയാ. ജയശ്രീ കൂട്ടുകാരിയാ. ജലജയല്ലേ മറ്റേ എലിയെ മുക്കിക്കൊല്ലാൻ പോകുന്നത് അല്ലേ? അല്ലേ? മറ്റേ കുളത്തില് മുക്കിക്കൊല്ലുന്നു, അവിടാണ് ഓടിപ്പോകുന്നത്. പക്ഷെ എലി രക്ഷപ്പെട്ടു. അടൂർ സാർ, ഇപ്പം ജലജ ചോദിച്ചൊരു ചോദ്യമുണ്ട്. സാറിന്റെ ഓരോ സിനിമയിലൂടെ അതൊരു ഇംപ്രവൈസേഷൻ വരുന്നുണ്ടോ? സാറിന്റെ ഫിലിം മേക്കിങ്ങിൽ ആ രീതികൾക്കും ആ ഒരു ചിട്ടകൾക്കൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടോ? തീർച്ചയായിട്ടും വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടുള്ള ഞാനൊരു മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ ഭാഗമാണ് ഞാൻ. അതിൽ ഞാനും മാറാതെ നിൽക്കാൻ ഒക്കത്തില്ല, ഞാനും മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരു ഇവല്യൂഷനാണ്. മാറ്റം എന്ന് പറഞ്ഞാൽ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുക. ചില ആൾക്കാർ സ്ക്രിപ്റ്റിന് പകരം അതുകൂടാതെ വലിയൊരു ഡീറ്റെയിൽ ഷൂട്ടിംഗ് ഷെഡ്യൂളും അതിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ടാവും, വരകള്, കാരിക്കേച്ചർ, അത് ഇത് തന്നെ. സാർ അങ്ങനെ വല്ലതും ട്രൈ ചെയ്യുന്നു? ഞാനിതെല്ലാം ചെയ്യും. എല്ലാം ചെയ്യുന്നത് മാത്രമല്ല, വളരെ വിശദമായിട്ട് തയ്യാറെടുപ്പ് നടത്തിയിട്ടേ ഞാൻ ഷൂട്ട് ചെയ്യാൻ പോകുള്ളൂ. പക്ഷേ ഞാൻ ആ തയ്യാറെടുത്ത സാധനം ആയിരിക്കില്ല ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. സാഹചര്യം അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. എപ്പോഴും ഞാൻ എഴുതുന്ന സ്ക്രിപ്റ്റിനേക്കാൾ വളരെ ഉയരത്തിലാണ് എൻ്റെ സിനിമ. കാരണം ഈ ഇത്രയും തയ്യാറെടുപ്പ് നടത്തിയതുകൊണ്ട് അതിൻ്റെ മുകളിലേക്ക് പോകാൻ എനിക്ക് എപ്പോഴും സാധിക്കാറുണ്ട്. തയ്യാറെടുപ്പ് നടത്തിയില്ലെങ്കിൽ പറ്റത്തില്ല, ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. അതെ, അല്ല, നമുക്ക് നല്ല ഉറപ്പാണ്, നല്ല കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതും ഇത് എത്ര ഇങ്ങനെ ഷോട്ട് ഏതുവരെ പോകും, എവിടെ വെച്ച് കട്ട് ചെയ്യും, അടുത്ത ഷോട്ട് ഏതാണ്, ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ലൊക്കേഷനിൽ വേണ്ട പ്രോപ്പർട്ടീസ് എല്ലാം കൃത്യമാണ്. എല്ലാം കൃത്യമാണ്. ഈ സിനിമയിലെ ഒരു നായകൻ ഒരു എലിയായിരുന്നു. ഞങ്ങൾക്ക് എലിയെ പിടിക്കാനായിട്ട് അവിടെ ഒരു വിദഗ്ധനായിട്ട് ഒരു കാണിയോ മറ്റോ ആണ് അയാൾ. കറക്റ്റായിട്ട് പോയി ഞാൻ പിടിച്ചോണ്ട് വരും. അങ്ങനെ ഒരു 10-16 എലി ഞങ്ങൾ കൊണ്ടുവന്ന് ഒരു കൂട്ടിനകത്ത് ഇട്ട് സമയമാകുമ്പോൾ ആഹാരം കൊടുത്തു. സംഭവിച്ചത് ഷൂട്ട് ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇവരെല്ലാം കിടങ്ങി കഴിഞ്ഞു, എലികൾ. ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകാൻ തുടങ്ങുമ്പോഴും നമ്മളെ വിട്ടുപോകത്തില്ല ഈ എലികൾ. അത് വലിയ വിഷമം ഉണ്ടാക്കി. കാരണം അപ്പോൾ അങ്ങനെ പോയാൽ എലികൾക്ക് അരക്ഷിതം ആണ് അവരുടെ അവസ്ഥ. സാർ എന്തായാലും എലിയെ കൂട്ടി വീട്ടിലേക്ക് പോകാൻ പറ്റും? അത് പറ്റുകയല്ലോ. അതുകൊണ്ട് അങ്ങനെ അവർ ഇണങ്ങുന്ന ഒരു ജന്തുവാണത്. സമയത്ത് ആഹാരമൊക്കെ കൊടുത്ത് വളരെ കാര്യമായിട്ട്. അതായത് എലികൾ താങ്കളെ പിന്തുടർന്നു, പൈപ്പർ അല്ലെങ്കിൽ